UDF നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാജയ ഭീതിയിലാണോ എന്ന് സംശയമുണ്ട്. കാരണം ഏറ്റവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗ് 4 പ്രവർത്തകരെ പുറത്താക്കിയിട്ടുണ്ട്. അവർ ചെറിയ മീനുകളല്ല. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള 4 പേരെയാണ് പുറത്താക്കിയത്. അവർക്ക് അൻവറുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പുറത്താക്കുന്നത്. കാര്യം ശരിയാണ്. അച്ചടക്കമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ടാണത്. പിന്നെ പരാജയം വിജയമൊക്കെ നമ്മൾ തിങ്കളാഴ്ച അറിയാം. ഇതിനിത്ര തിരക്കെന്തിനാ? അവിടെ ആര് ജയിച്ചാൽ തോറ്റാൽ നമുക്കെന്ത്? 2 ദിവസം കൂടെ കാത്തിരിക്കാവുന്നേ. ഇത്ര യുദ്ധമുള്ള ഒരു തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ അത്. പിന്നെ PV അൻവറിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേരെയാണ് മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷനല്ലേ, പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് തൽക്കാലം പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ അവർ ധിക്കരിച്ചതാണ്, പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ചെയ്ത അൻവറിനെ. കുറേ പേരുണ്ടായിരുന്നല്ലോ, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിൽ എന്തൊരു ഗംഭീരമായ സ്വീകരണമായിരുന്നു. നിലമ്പൂരിൽ അദ്ദേഹത്തിന് എന്തൊരു ഭയങ്കര സ്വീകരണമായിരുന്നു. CPM നിന്ന് തന്നെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നില്ലേ? പഴയതാ, പുതിയതല്ല. ഇതിപ്പോൾ പുതിയതാ. അല്ല, അപ്പോൾ അൻവർ പറയുന്നത് ശരിയാണോ? എനിക്ക് LDF നിന്നും UDF നിന്നും വലിയ രീതിയിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, വോട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കൃത്യമാണല്ലേ? അപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കിട്ടുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് വലിയ തോതിലാണോ എന്നുള്ളത് തിങ്കളാഴ്ച മാത്രമേ പറയാൻ പറ്റൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം CPM-ൽ മത്സരിച്ചിരുന്നപ്പോഴും കുഞ്ഞാലിക്ക് ശേഷം ഒരിക്കൽ പോലും CPM-ന് പിടിക്കാൻ കഴിയാത്ത ആ സീറ്റ് പിടിച്ചതിൻ്റെ കാരണം മുസ്ലിം ലീഗിൽ നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ അവിടെ നിർത്തിയത്. കുറേ വോട്ടുകൾ അതിപ്പം മഞ്ഞളാംകുഴി അലിയുടെ കാര്യത്തിലും KT ജലീലിൻ്റെ കാര്യത്തിലും കാരാട്ട് റസാഖിൻ്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് ആ പേരാണ് പ്രശ്നം. ആ പേരൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയാണ് ജയിക്കുന്നത് CPM. അതുകൊണ്ടാണ്. അല്ലാതെ സ്വരാജിനെ കൊണ്ടുപോയി നിർത്തിയാൽ ജയിക്കാൻ പറ്റുമോ? ആ മണ്ഡലങ്ങളിലും കാണാം, ഒരിക്കലും സാധ്യമല്ല. അതങ്ങനെയാണ് അവിടുത്തെ ഒരു മനോനില. അങ്ങനെ തന്നെയാണ്. നമ്മളെ വർഗീയതയെന്നോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ആ രീതിയിലാണ് അവിടെ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിൽ കുറേ വോട്ടുകൾ തീർച്ചയായിട്ടും UDF-ൽ നിന്ന് കുറേ വോട്ടുകൾ PV അൻവറിന് കിട്ടിയിരിക്കും. അതേസമയം തന്നെ LDF-ൻ്റെ കുറേ വോട്ടുകൾ BJP സ്ഥാനാർത്ഥി, നമ്മളിപ്പോൾ വിചാരിക്കുന്നു അദ്ദേഹം 3-ാം സ്ഥാനത്ത് വരുമെന്ന്, അദ്ദേഹവും കൊണ്ടുപോയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്തങ്ങ് പോകും. അതാണ് ഈ ചതുഷ്കോണ മത്സരത്തിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, PV അൻവർ എന്തൊരു ഹാലാബൂലയാണ് പറഞ്ഞത്. അതിനു മുമ്പ് ബംഗാളിൽ നിന്ന് 40 MP-മാർ, മമതാ ബാനർജിയൊക്കെ ഇങ്ങനെ മണ്ഡലത്തിൽ വന്ന് പര്യടനം നടത്തും എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. പകരം ആകെ വന്ന ഒരേ ഒരു യൂസുഫ് പട്ടേൽ മാത്രമാണ് മണ്ഡലത്തിൽ. ക്രിക്കറ്റ് അതെ, അവിടെ റോഡ് ഷോ മാത്രം നടത്തി. കുട്ടികളുമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നു അദ്ദേഹം. മറന്നുപോയി, കളിയൊക്കെ മറന്ന് രാഷ്ട്രീയത്തിലിറങ്ങി. രാഷ്ട്രീയത്തിലെ കളി തൊട്ട് അറിയത്തുമില്ല പാവത്താൻ. അല്ലെങ്കിൽ എപ്പോഴേ മന്ത്രിയായിട്ടിരുന്നേ ഇവിടെ ഒതുക്കി വെച്ചിരിക്കുക, ആ പേര് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. പാവം. ക്രിക്കറ്റിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണ്. ഒരു അദ്ദേഹം ചെറിയ മീനല്ല. നമ്മുടെ കോൺഗ്രസിന്റെ പണ്ടത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനമില്ല, എന്നാലും പാർലമെന്ററി ലീഡറായിരുന്ന അധിരഞ്ജൻ ചൗധരിയെ പരാജയപ്പെടുത്താണ് അവിടെ MP ആവുന്നത്. ശരിയാണ്. അധിരഞ്ജൻ ചൗധരി, ഇതാണ് മറ്റൊരു മലപ്പുറമാണ് ആ മണ്ഡലം. അവിടെ അധിരഞ്ജൻ ചൗധരി പരാജയപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാമല്ലോ അതിൻ്റെ മനോനില എങ്ങനെയാണെന്നേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ജയിക്കാൻ മലപ്പുറം അതാണ് മമതാ ബാനർജി ഉപയോഗിക്കും. അതിനപ്പുറം ബംഗ്ലാദേശിൽ നിന്നുള്ള വോട്ടുകളും കൂടെ പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്നുണ്ട് സമർത്ഥമായിട്ട്. അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. ബംഗാൾ രണ്ടും ഒരുമിച്ച് ചേർന്ന് കിടന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ആ ഒരു മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. എന്തായാലും അവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ യൂസഫ് പട്ടാനെ പ്രതിനിധിയായിട്ട് അയച്ച് അങ്ങ് കാര്യം ഒതുക്കുക. വേറെ ഒരു പണിയും ഇപ്പോൾ പ്രത്യേകിച്ച് ഇല്ലാതിരിക്കുന്ന യൂസഫ് പട്ടാൻ ഇങ്ങോട്ട് വന്നു. ക്രിക്കറ്റിലെ പോലെ എന്താ പറയുന്നത്, അദ്ദേഹം ഒരു വാക്യവും പറഞ്ഞു ക്രിക്കറ്റുമായിട്ട് ചേർത്തിട്ടൊരു കാര്യം, ഒരു എന്താ പറയുന്നത്, നല്ല സ്കോറിൽ ജയിക്കും എന്ന് പറഞ്ഞൊരു വാക്യവും പറഞ്ഞിട്ടാണ് പുള്ളി അങ്ങ് പോയി. എന്നിട്ട് കൊട്ടിക്കലാശം മറ്റെല്ലാ 3 മുന്നണികളുടേതും കൊട്ടിക്കയറിയപ്പോൾ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റേത് മാത്രം വല്ലാത്ത പരിപ്പുവടയും കട്ടൻ ചായയിലും ഒതുങ്ങി. അതും അദ്ദേഹം ഒറ്റപ്പെട്ട് ഇങ്ങനെ കൂട്ടിലിട്ട സിംഹത്തെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന പരിപ്പുവടയും കഴിച്ചുകൊണ്ടിരിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആശകളും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവൻ BJP പോലും 4-ാം സ്ഥാനം ആകുമെന്ന് വിചാരിച്ച BJP അവിടെ നടത്തിയ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിരുന്നു. കൊട്ടിക്കലാശത്തിൽ 1ാമത് സ്വരാജ് തന്നെ, 2ാമത് UDF, 3ാമത്തെ സ്ഥാനത്ത് തൊട്ടടുത്തെത്തി BJPയുടേത്. വമ്പിച്ച പ്രകടനമായിരുന്നു, വലിയ ആവേശമായിരുന്നു. ആദ്യം തണുപ്പം മട്ടി വേണ്ട മത്സരിക്കേണ്ടെന്ന് വിചാരിച്ച് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായിട്ടാണ് അവർ വന്നത്.
അപ്പോൾ അത് വലിയ സാരമായിട്ടുള്ളൊരു വോട്ട് ക്യാച്ചിങ് അവർ നടത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇതിനോടാണ്. അപ്പോൾ ഈ അൻവറിൻ്റേത് എന്ന് പറയുന്നത് 10,000 കടക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 85,000 എന്നൊക്കെ പറയുന്നത് 10,000 കടന്നാൽ ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ സാധാരണ ഇപ്പോൾ സർവേ ഒക്കെ നടന്ന ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടാലും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാലും മുസ്ലിം ലീഗുമായി വലിയ പ്രശ്നങ്ങളുള്ളതാണ്. ആ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? കുറച്ചൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. കാരണം അത് തുടങ്ങുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലം മുതൽ തന്നെ ആ ഒരു പ്രശ്നം തുടങ്ങുകയാണ്. അദ്ദേഹം പോയിട്ട് അച്ഛൻ്റെ പ്രകീർത്തനങ്ങളൊക്കെയാണ് പറയുന്നത്. അച്ഛൻ്റെ നൊസ്റ്റാൾജിയ, അച്ഛൻ ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വന്തം ഒരു കാൻഡിഡേച്ചറിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആര്യാടനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് നേടാൻ ശ്രമിക്കുന്നത്. ആര്യാടനെ തീർച്ചയായിട്ടും ആര്യാടനും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധമാണ് വലിയ പ്രതിസന്ധി. അതിവിടെ പ്രതിഫലിക്കത്തില്ല. നിലമ്പൂരിൻ്റെ സുൽത്താൻ തന്നെയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. തൻ്റെ അടിയായിട്ടുള്ള മുസ്ലിം, ദേശീയ മുസ്ലിം തന്നെയാണ്. അവിടുത്തെ വോട്ടുകൾ ആര്യാടനുണ്ടെങ്കിൽ ആര്യാടൻ തന്നെ കിട്ടിയതിന് ഒരു സംശയമില്ല. മറ്റേ ദ റെസ്റ്റ് ഓഫ് മലപ്പുറത്തിൻ്റെ കാര്യമാണ്. അവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രഭാവം ഉള്ളതും ആര്യാടൻ്റെ സ്വാധീനം കുറയുന്നതും. പക്ഷേ ആര്യാടൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം കുറച്ചുകൊണ്ട് ആര്യാടൻ, അതാണ് കോൺഗ്രസിനോട് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസിൻ്റേതാക്കി മാറ്റുമായിരുന്നു ആര്യാടൻ മലപ്പുറം മുഴുവൻ. പക്ഷേ അദ്ദേഹത്തിനെ അങ്ങനെ വേണ്ടെന്ന് നിർബന്ധിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിൽ നിന്ന് വിലക്കുകയാണ് ചെയ്തത്. ആര്യാടൻ അതിനുള്ള കഴിവുള്ള ആളായിരുന്നു, സത്യസന്ധതയുള്ള ആളായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് അതിനൊന്നും കഴിവില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ പേരിൽ അണയിടേണ്ടി വരുന്നത്. പക്ഷേ ആര്യാടൻ മുഹമ്മദ് തൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല അവിടെ വോട്ട് നേടിയത്. അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിക്കുക. രാഷ്ട്രീയ മതഭേദമന്യേ ആര്യാടൻ അങ്ങനൊരു പ്രഭാവം ഉണ്ടായിരുന്നു. ദേശീയമോൾ സത്യസന്ധൻ, മതവെറിയനല്ലാത്ത കോൺഗ്രസ്സുകാരൻ. ഈ അൻവർ ആരുടെ വോട്ടായിരിക്കും നേടുക? LDF ആണോ UDF ആണോ? UDFൻ്റെ ആയിരിക്കും കൂടുതൽ. അത് ഞാൻ പറഞ്ഞില്ലേ, LDFൻ്റെ വോട്ടുകൾ പിടിക്കുക ഈ പ്രാവശ്യം മറ്റേ മോഹൻ ജോർജ് ആയിരിക്കും. അത് ബാലൻസ് ചെയ്ത് പോവും എന്നതുകൊണ്ട് ആ ഒരു പാറ്റേൺ, ആ ഒരു ഇക്വേഷൻ അതുപോലെ തന്നെ നിൽക്കും. നോട്ട് പ്ലസ് നോട്ട് മൈനസ് എന്നുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു എഡ്ജ് കിട്ടുന്നത്. BJP ലക്ഷ്യമിടുന്നത് UDFൻ്റെ വോട്ടാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. നമുക്കങ്ങനെ പറയാം. പക്ഷേ ഈ മലയോര കർഷകർ എല്ലാം ഒന്നും BJPക്ക് അല്ല വോട്ട് ചെയ്യുന്നത്. അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDFനാണെന്നുള്ള സങ്കല്പം തെറ്റാണിപ്പോൾ. കാരണം അവരിൽ പലരും മടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ SDPIയുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ അവർ വല്ലാതെ ഇപ്പോൾ ഉണ്ടായ മാറ്റം, നമ്മൾ നേരത്തെ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത്, ഇപ്പോൾ വല്ലാതെ മാറിയിരിക്കുന്നു. ഇവർ മാത്രമല്ല, ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം അവിടെ തീയരാണ്. നമ്മൾ സമുദായം പറയുന്നത് ശരിയല്ലെങ്കിലും അവരും മടുത്തിരിക്കുന്നു. SDPIയുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, കണ്ണൂരിൽ സദാചാര പോലീസ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം. അത് വല്ലാണ്ട് അവർ വിരണ്ടിരിക്കുന്നു അവരുടെയൊക്കെ പ്രവർത്തനം. വന്യജീവികളെക്കാളും വലിയ പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്ന SDPIയുടെ പ്രവർത്തനങ്ങളാണ്. മനസ്സ് മടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരിപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. അവർക്ക് രക്ഷകനായിട്ട് LDFനെയാണ് അവർ BJP ഇല്ലെങ്കിൽ അവർ LDFന് വോട്ട് ചെയ്തത്. എന്തു വന്നാലും UDFന് അവർ വോട്ട് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ അത് UDFനും ചെയ്യേണ്ട, മൂന്നാമതൊരു ചാനൽ വന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് BJP ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ LDF ജയിച്ചു കയറിയത്, ജയിച്ചു പോയി. ആ വോട്ടുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുക UDFനെതിരായിട്ട് LDFലായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അതാണ് പുതിയ രാഷ്ട്രീയ സമവാക്യം, അല്ലെങ്കിൽ പുതിയ പിക്ചർ. ആ രാഷ്ട്രീയ ചിത്രം പലരും കാണുന്നില്ല. വലിയ മാറ്റം മനസ്സിന് സംഭവിച്ചിരിക്കുന്നു ആ മുസ്ലിങ്ങൾക്ക്. SDPIയെ പോലുള്ള അവരുടെ PFനെ പോലുള്ള പ്രവർത്തനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ മനസ്സിലാക്കിയെങ്കിലേ ശരിയായിട്ടുള്ള ഒരു ഫലനിർണ്ണയം നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.